ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഡൈൻ മാജിക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് പനീർ ബട്ടർ മസാലയുടെ റെസിപ്പിയാണ്. വളരെ ഈസിയായി പനീർ ബട്ടർ മസാല എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇവിടെ അതിനായിട്ട് ഞാൻ ആദ്യം ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം 2 ടീസ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ബട്ടർ ഒന്ന് മെൽട്ടായി വരുന്ന സമയത്ത് അതിലോട്ട് 2 വലിയ സവാള അരിഞ്ഞു വെച്ചിരിക്കുന്നത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 2 വലിയ സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മീഡിയം സൈസ് ആണെങ്കിൽ 3 സവാള വരെ നമുക്കെടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അതിലേക്ക് 10 വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ കാഷ്യൂ നട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. മെഷറിംഗ് കപ്പിൽ 1/4 കപ്പ് കാഷ്യൂ നട്ടാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതും ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം എല്ലാം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ള തക്കാളി 4 എണ്ണമാണ്. 4 വലിയ തക്കാളിയാണ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അതും ക്യൂബ് സൈസിലാണ് ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതെല്ലാം നല്ലതുപോലെ വഴറ്റിയിട്ട് നമുക്കൊന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. അതുകൊണ്ടാണ് ഇത്ര കുറച്ച് സൈസിൽ തന്നെ ചോപ്പ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒരു 5 മിനിറ്റ് നേരം നമുക്ക് നന്നായി ഒന്ന് വഴറ്റാം. തക്കാളി നല്ലതുപോലെ ഒന്ന് വെന്തുടയുന്നതാണ് അതിൻ്റെ ഒരു പരുവം. അതിനുവേണ്ടി നമുക്കൊരു 5 മിനിറ്റിൽ മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളിയെല്ലാം നല്ലതുപോലെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം ഞാൻ മിക്സിയുടെ ജാറിലോട്ട് മാറ്റുകയാണ്. അതിനുശേഷം നമുക്കിത് നല്ലൊരു ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. വെള്ളം ചേർക്കരുത്. നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. കണ്ടല്ലോ, നമ്മളുടെ ഫൈൻ പേസ്റ്റായിട്ട് അരച്ച് വെച്ചിരിക്കുന്ന മിശ്രിതം ഇവിടെ തയ്യാറാണ്. ഇനി നമുക്ക് വീണ്ടും ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിലോട്ട് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ബട്ടർ മെൽട്ടായി വരുമ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് ആഡ് ചെയ്ത ഉടനെ തന്നെ നമ്മൾ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഉടനെ തന്നെ നമ്മൾ അതിലേക്ക് ആ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ആ കാശ്മീരി റെഡ് ചില്ലി പൗഡർ പെട്ടെന്ന് കരിയാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഞാൻ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആ ജാറിലുണ്ടായിരുന്ന പേസ്റ്റിലോട്ട് ഒരല്പം വെള്ളം ആഡ് ചെയ്ത് അതും കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഗ്രേവിയുടെ തിക്നെസ്സിന് ആവശ്യമായ വെള്ളം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇവിടെ ഞാൻ 2 ടീസ്പൂൺ ഗരം മസാല കൂടെ ഈ ഗ്രേവിയിലേക്ക് ആഡ് ചെയ്യാണ്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി 2 ടീസ്പൂൺ കസൂരി മേത്തി ആഡ് ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു കപ്പോളം മല്ലിയില നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്തും നമുക്ക് ഗ്രേവിക്ക് തിക്നെസ് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഈ സമയത്തും ഒരല്പം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കുറച്ച് തിക്ക് ഗ്രേവി ആയിട്ടിരിക്കുന്നതാണ് നല്ലത്. ഇനി ഞാനിവിടെ ഈ ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 1/2 കപ്പ് ഫ്രഷ് ക്രീമാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പനീർ ബട്ടർ മസാലയ്ക്ക് നല്ലൊരു കളർ കൊടുക്കുന്നത് ആ ഒരു ഫ്രഷ് ക്രീമാണ്. കണ്ടല്ലോ, ഇപ്പോൾ നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്രഷ് ക്രീമിന് അധികം കുക്കിംഗ് ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്.
1 ടീസ്പൂണോളം പഞ്ചസാര മതിയാകും. പഞ്ചസാരയും ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് നമ്മളുടെ ഫ്ലെയിം എപ്പോഴും മീഡിയം ഫ്ലെയിമിലായിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അത് ഗ്രേവി അടി പിടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിതെല്ലാം മിക്സ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ പനീർ ആഡ് ചെയ്ത് കൊടുക്കാം. 200 ഗ്രാം പനീറാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പനീർ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം വളരെ പതുക്കെ മാത്രമേ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പനീർ ഉടഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിത് അധികം നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഈ ഗ്രേവി ഒന്ന് ഈ പനീറിലേക്ക് പിടിക്കുന്ന ഒരു സമയം മാത്രമേ വേണ്ടൂ. അതിനായിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ആയിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മുടെ പനീർ ബട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റി നല്ല ഭംഗിയിൽ ഗാർണിഷ് ചെയ്തെടുക്കാം. ഗാർണിഷ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരല്പം ഫ്രഷ് ക്രീമും മല്ലിയിലയും കസൂരി മേത്തിയും പിന്നെ 1 ക്യൂബ് ബട്ടറുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സൂപ്പറായിട്ടുള്ള നമ്മുടെ പനീർ ബട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.